ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ ഒരുങ്ങുന്നത്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഞങ്ങൾക്ക് വേണ്ടി വരും ദിവസങ്ങളിൽ എന്തായാലും പ്രാർത്ഥിക്കണം. കാരണം എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ വലിയൊരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ഇമ്മച്ചിയും ഈച്ചും ഇപ്പച്ചിയൊക്കെ. എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ലഗേജുകളും സാധനങ്ങളൊക്കെ അതാ വണ്ടിയിലുണ്ട്. കുട്ടികളെ, ഈ ചെറിയ പ്രായത്തിലുള്ള എന്നെപ്പോലുള്ള കുട്ടികളെ വീട്ടിലിട്ട് പോകുന്നതിൽ സങ്കടമൊന്നും തോന്നുന്നില്ലേ? കൊറേ ഏജത്തുണ്ട്, ഞാനൊന്ന് പോയി വരട്ടെ. ഇപ്പച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങളെ പോയി ഞാൻ വരുന്ന വരെ നല്ല രീതിയിൽ ഹഫീഫിന്റെ കാര്യം ശ്രദ്ധിക്കാം. ഹഫീഫിന്റെ പഠനം മുടങ്ങാത്ത രീതിയിൽ ഞാനാണ്. അങ്ങനല്ല, പരീക്ഷയാണ് അതിനെങ്കിലും പറഞ്ഞേക്ക്. തോറ്റാലും വേണ്ടില്ല, പരീക്ഷ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തോറ്റാലും വേണ്ടില്ല, പരീക്ഷ അത് അറ്റൻഡ് ചെയ്യുക. നമ്മൾ പണ്ട് ഓട്ട മത്സരത്തിലൊക്കെ തോൽക്കുമ്പോൾ ടീച്ചർമാർ പറഞ്ഞു പറ്റിച്ച പോലെ ജയിക്കണല്ല കാര്യം, പങ്കെടുക്കണല്ലാണ് കാര്യം. എന്താ പറയണ്ട, പട്ടിക്ക് തീറ്റ കൊടുക്കുക, കോഴിക്ക് തീറ്റ കൊടുക്കുക, എന്തൊക്കെയാണ് ഞങ്ങളോട്, അതായത് വീട്ടിൽ ഞങ്ങൾ ഇല്ലാത്തൊരു സ്ഥിതി വരുമ്പോൾ ഞങ്ങളോട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നൽകാൻ? വെള്ളം തോന്നുമ്പോ പൈപ്പ് പിന്നെയും തുറക്കരുത്, പോയി മോട്ടർ ഇട്ട്. 2000 കാലഘട്ടം മുതൽ വീട്ടിൽ നിന്നൊരു അതിഥി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഞങ്ങളോട് 4 ദിവസം വീട്ടിൽ നിന്ന് വിട്ടുവെക്കുമ്പോൾ ഞങ്ങളോട് എന്തൊക്കെയാണ്? ഗ്യാസ് ഓഫ് ആക്കണം, പണി കഴിഞ്ഞ് അങ്ങനെ പോവരുത്. മോട്ടർ ഇട്ടാല് കുക്കിംഗ് കഴിഞ്ഞിട്ട് ഇത് വെച്ചാ മോട്ടർ ചാടുന്നത് അറിയില്ല. ഹെഡ്ഫോൺസ് വെച്ചാൽ മോട്ടർ ചാടുന്നത് അറിയില്ല. പിന്നെ മോട്ടർ ഇട്ടിക്കണമെന്നില്ല, ബോധം തമ്മിലുണ്ടാകണം, തമ്മിലൊരു ബന്ധം. മോട്ടറിങ് അതല്ല വെള്ളം ചാടുന്നത്. പിന്നെ ആ ബ്രൂസിനെയും ടോബിനെയും ഒക്കെ ശ്രദ്ധിക്കണം, പട്ടികളെ ശ്രദ്ധിക്കണം. ഗേറ്റ് അടക്കണം, ലൈറ്റ് ഇടണം, മരിപ്പൊക്കെ ആയാൽ ലൈറ്റ് ഇടണം പുറത്ത്. അല്ല അതുണ്ട്, അത് ഏതായാലും ഓൾക്ക് ചെറുപ്പം തൊട്ട് നമ്മൾ ശീലാക്കി പോന്നതാണ്. ഇങ്ങനെ നിസ്കരിച്ച് അടിച്ച് അത് നടക്കണ കാര്യം സ്വന്തം ചെയ്യും. പിന്നെ ആശമാത്താന്റെ വാതിലിന്റെ വർത്താനം ആശമാത്ത പറഞ്ഞ ഓർമ്മല്ലേ, അത് ചെയ്യാ. പിന്നെ കുട്ടിക്ക് പൈസ ആവശ്യമുണ്ടോ ചോദിക്കോണ്ടി, ഭക്ഷണം കഴിക്കാൻ പൈസ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അതായത് സ്റ്റീലിന്റെ ഫണ്ടറുണ്ട്. അമ്മച്ചിന്റെ ഫോൺ ഒന്നാണ് ഇങ്ങോട്ട് നിമിഷം, അങ്ങോട്ട് ഇവിടെ നിന്ന് കണ്ടെടുത്തോ. അപ്പൊ കണ്ടാണോ കഴിക്കൂല അല്ലേ? അതായത് ഇമ്മച്ചിന്റെ ഗൂഗിൾ പേ ഇമ്മച്ചിക്ക് കാണിച്ചു തന്നിട്ടാ. അഫിന്റെ പരിപാടി എന്താ അന്ന് പറഞ്ഞാണി? അഫി എവിടെയും ചെല്ലും, എന്നിട്ട് ഉമ്മ ഒരു സ്കാനർ അയച്ചിക്കണ്, പീടിയിൽ പോയി ഇഷ്ടമുള്ളതൊക്കെ തിന്നിട്ട് സ്കാനർ വാട്സാപ്പിൽ വിട്ടുകൊടുക്കുക. എനിക്കറിയില്ല സ്കാനർ, എനിക്കറിയില്ല. അഫി പറഞ്ഞത് ഒരു ദിവസം വന്നിട്ട് സ്കാനർ സേവ് ചെയ്തിട്ട് അതിക്ക് പൈസ അയക്കൽ ഞാൻ പഠിപ്പിച്ചു. എന്താണ് ഓന്റെ കാര്യം? അതൊക്കെ വാങ്ങിയത് അഫീഫ് എ വാങ്ങിക്കൂട്ടിയതാണ്. 200, 300, 300, 500, 200 ആനക്ക തീറ്റ കൊടുക്കണേ. 200, 200, 200, 60, 2500 ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? 60 സദ്യ അതിന് 60 ഉള്ളൂ. 2500 ട്രൈ ചെയ്താൽ കിട്ടിയില്ല കേട്ടോ. 200, 200, 500, 200, 200, 100, 900, 60, 550, 500, 150, 150, 600, 200, 300, 100, 200, 170, 1500, 1500, 1500. അതായത് ഈ കണക്ക് നിൽക്കണില്ല. 500, 500, 500, 1500, 500, 300, 300, 400, 500, 500, 200, 300. അതില് ഓന അയച്ചതാണിത്. ഓൻ അതായത് ഗൂഗിൾ പേ വർക്ക് ചെയ്യണ്ടോ നോക്കാൻ വേണ്ടിട്ട് ഉറപ്പ് അമ്മക്ക് ഇങ്ങോട്ട് അയച്ചു കൊടുക്കണേ. അതിൽ ഇമ്മച്ചിയെ തിരിച്ചയച്ചു കൊടുത്ത്, അതിൽ പിന്നെയും 1 ആണ് ഇങ്ങോട്ട് അയച്ചിക്കണേ. ഇപ്പച്ചിനെ എങ്ങനെയാ റീസെന്റ് പറ്റിച്ചത്? എങ്ങനെയാണ്? ഇന്റേത് ഒരു 319 ഉണ്ടാവും. ഇങ്ങനെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ ഒരു 319 അങ്ങനെ പോയിക്കണേ. ഞാൻ അയക്കാത്തൊരു 319. അപ്പോൾ സംഗതി നോക്കുമ്പോഴാണെന്ന് വെച്ചാല് ടിയാന്റെ മറ്റേ റീചാർജാണിത്, മൊബൈൽ റീചാർജ്. അതായത് ഇപ്പച്ചി എല്ലാ മാസം ഇപ്പച്ചി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അപ്പോൾ ഒരു 319 മാസം ഇങ്ങനെ ഓട്ടോ പേ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പച്ചി വിചാരിച്ചു ഈ 319 എടുക്കാൻ പോകണത്. അപ്പോൾ പിന്നെ നോക്കാൻ മനസ്സിലാവും. അപ്പോൾ 319 പിന്നെ റീചാർജ് ആണ്. ഇപ്പച്ചിൻ്റെ ഫോണിൽ പാസ്വേഡ് അറിഞ്ഞതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. മാസം അവസാനമാകുമ്പോഴത്തേന് പറയും കൂടി ചെയ്യാതെ പേയ്മെന്റ് പോവുക. അപ്പം സുഖജീവിതം നയിക്കണം അഫീഫ്. അപ്പം ഇത് ബട്ടർ ബണ്ണൊക്കെ കൊണ്ട് പോകാണ്ട് ഞങ്ങൾക്ക് എന്തിനാ വെള്ളം എടുക്കണ്ടേ? പോകുമ്പോഴേ അതിന്റെ റോബസ്റ്റ് പഴം തീർന്നിക്കണം. ഇതെന്താ എക്സ്റേ ഒക്കെ കൊണ്ടുപോണ്? എന്താണ് നോക്കട്ടെ. ഇതാണ് കേട്ടോ. അപ്പം ഇവർ യാത്ര ചെയ്യാൻ പോണത് ഈച്ചുവിൻ്റെ ട്രാവൽ കമ്പനിയിലാണ് കേട്ടോ. ഈച്ചുവിൻ്റെ ട്രാവൽ കമ്പനിയാണ് പ്ലാൻ ടു ഗോ. അപ്പോൾ നിങ്ങൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരെ നമ്പറൊക്കെ കൊടുക്കാം കേട്ടോ. മണാലിക്കും കശ്മീർക്കും ഒക്കെ ട്രിപ്പും കാര്യങ്ങളും വെക്കുന്നുണ്ട്. ഇന്ന് ഏകദേശം 45 ആളെയും കൊണ്ടാണ് ഈച്ചു ട്രിപ്പ് പോകണം കേട്ടോ. ചെറിയ കാര്യമില്ല. ഈ ചെറിയ പ്രായത്തിൽ 45 ആളെയും കൊണ്ട് ട്രിപ്പ് പോകാൻ ഒരുങ്ങുകയാണ്. ഇതാ ലെറ്റ്സ് ഗോ മണാലി, പ്ലാൻ ടു ഗോ.
അതെന്താ നോക്കട്ടെ. അല്ല അത് സാധാ ഇത് രണ്ടാമത്തെ ബാച്ചിനെ വെൽക്കം ചെയ്യാനാണ്. ഇത് ഒന്നാമത്തെ ബാച്ച് അവിടെ എത്തി അറിയാൻ ഞങ്ങൾ വി റീച്ച്ഡ് ഇൻ മണാലി എന്നൊരു സാധനം ലാൻഡഡ് സേഫ്ലി ഇൻ മണാലി. ഇത് സെയിമാ? സെയിം ആ കേട്ടോ മെൽക്കൗ എടുത്ത ചോളി. എപ്പോഴാ ട്രെയിന്? അപ്പം ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ യാത്ര ചെയ്തത് ഏത് ഭാഗത്തേക്കാണ്? കശ്മീർ. മെരാ കശ്മീർ മെരാ കശ്മീർ അതൊക്കെ ഓർമ്മ വരും. ജന്നത്ത് തന്നെയാണ് കാശ്മീർ. കാശ്മീർ പോകുമ്പോഴുള്ള സന്തോഷം തരാം. അവിടെ മട്ടൺ വിഭവങ്ങൾ ഇഷ്ടം. മട്ടൺ കൊഫ്ത. മുമ്പ് മണാലിയിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. ഡൽഹി പോയിട്ടുണ്ട്, പല പ്രാവശ്യം പോയിട്ടുണ്ട്. മണാലി ആദ്യമായിട്ടാണ് പോകുന്നത്. പോയിട്ടുണ്ടോ? ഞാൻ പോവാതെ എങ്ങനെ പോവല്ലേ? ആരും ആലോചിച്ചോക്ക. എന്റെ 43-ാമത്തെ വയസ്സിലാണ് എനിക്ക് മണാലി പോവുകയാണ്. ഞാനിപ്പോഴും പോയിട്ടില്ല. ഞാൻ ഒരു വട്ടം പോയി. ഞാൻ പോയിട്ടില്ല. ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ മണാലിക്ക് പോകണം. ഓന്റെ എത്രാമത്തെ വയസ്സിലാണ് മണാലിക്ക് പോകണം ചോദിച്ചോക്ക? 19. ഭാഗ്യാണ്. 19-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ പോണ 43-ല്. ഇപ്പൊ പച്ചിന്റെ 53-ല്. ആലോചിച്ചോക്ക. ഞാൻ 23-ല്. ഇനിയും ജീവിതം പോകാതെ തള്ളി അന്തം വിട്ട് കുത്തിർന്നിട്ട് എന്താ കാര്യം? അപ്പൊ അതാണ് അമ്മച്ചിക്ക് പറയാനുള്ളത്. ഇനിയും കാത്തിരിക്കണോ യാത്രകൾ പോകാന്ന് ചോദിച്ചിട്ട് ഞങ്ങളൊക്കെ വെല്ലുവിളിച്ചു കൊണ്ട് പോവാണ്. പാവം ഞങ്ങളെ അതല്ല തലടിച്ചു പൊട്ടിച്ചോ? പാവം ഞങ്ങളെ ദയനീയാവസ്ഥ ഇനി കണ്ടോല്ലോ. പടച്ചോൻ കാക്കട്ടെ ഞങ്ങളെ. എന്റെ 1-ാം ക്ലാസ്സിന്റെ 3-ാം ക്ലാസ്സിന്റെ പാഠഭാഗം തീർത്തു, വർക്ക് കൊടുത്തു, റിവിഷൻ തീർത്തു, എല്ലാം തീർത്തു. ടെൻഷൻ ഫ്രീ ആയി കണ്ടാ പോണ്. ഫുള്ള് സെറ്റ് ആക്കി. ഇനി പരീക്ഷക്ക് മാത്രമേ വരുള്ളൂ. മാതൃക ടീച്ചറായിട്ടാണ് പോകുന്നത്. മാതൃകയായിട്ട് തന്നെ പോകണം. ഇപ്പച്ചിയോ മാതൃക പ്രിൻസിപ്പൾ ആയിട്ടാണ് പോകുന്നത്. എല്ലാം നമ്മുടെ സഹപ്രവർത്തകരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചാർജ് ഒരാൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അവരെ ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് നടത്തുന്നുള്ള വിശ്വാസമാണ്. അപ്പൊ മണാലിയിലേക്ക് യാത്ര തിരിക്കുന്ന ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും എല്ലാവരും കമന്റ് ബോക്സിൽ ആശംസകൾ അറിയിക്കുക, അഭിനന്ദനങ്ങൾ അറിയിക്കുക. എല്ലാവരും താങ്ക് യു പറയൂ. താങ്ക് യു. നല്ല യാത്ര പോയി തിരിച്ചെത്താൻ ഹാപ്പി ജേണിക്ക് വേണ്ടി എല്ലാവരും ഹാപ്പി ആയിട്ട് വരാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ഹാപ്പി ജേണി. മുളകും മഞ്ഞളൊക്കെ ഇട്ടുങ്ങാണ്ടേ ഇങ്ങോട്ടൊക്കെ അതിന്റെ കയ്യില് സ്ഥലം വേണ്ടേ. മല്ലിമുളകും എനിക്ക് കോഴിക്കുള്ള മസാല ഫ്രിഡ്ജിലുണ്ട്, കക്കരി ഫ്രിഡ്ജിലുണ്ട്, മറ്റേ ഇത് കേടല്ലാത്ത അല്ല തൈരല്ലാത്ത യോഗട്ട് ഫ്രിഡ്ജിലുണ്ട്, അതിന്റെ ജ്യൂസ് ഉണ്ട്. ഇതൊക്കെ എന്റെ ബാഗുകളാട്ടോ. ഈ ചുമപ്പിന്റെ ബാഗാണ്. ഇതിന്റെ ബാഗിനൊക്കെ ഒരു സ്റ്റൈൽ ഉണ്ടാവും. ചുമപ്പേഷ് ബാഗുകളാവിന്റെ ബാഗുകളൊക്കെ ഇതിന്റെ ട്രോളിയാണ് ഇതിന്റെ ബാഗായിരുന്നു അല്ലേ? ഉപകാരമായി. എന്റെ വണ്ടിന്റെ ഉള്ളിൽ ചുമപ്പാവട്ടോ. വണ്ടിന്റെ ഉള്ളിൽ നോക്കി അതിന് ചുമപ്പിന്റെ ഇതാവും ഫുള്ള്. ഞാൻ ഒരു ചുമപ്പേഷാണ്. ചോപ്പേഷ് ചമല സിംഗ് ആണ് എൻ്റെ പേര്. ചമലേഷ്. ജിംഷാദ്ക്ക ഫുള്ള് ബ്ലാക്ക് ആഷ് ആട്ടോ. ഇവിടെ നിന്നാ ജിംഷാദ്ക്ക ചെരുപ്പം വന്ന് തുടങ്ങി കേട്ടോ. ചെരുപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതാ അതേപോലെ ഷർട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഞാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഈച്ചുവാ ഇനി വെയിലുള്ള വയ്യ. വരി. ഞങ്ങളെ അവസ്ഥയാണ് ഇനി എനിക്ക് ആലോചിക്കാനുള്ള കേട്ടോ. എങ്ങനെ ഇനി പോലെ 14-ാം തീയതി വരുള്ളൂ, 14, 15, ഏകദേശം 10 ദിവസം വീട്ടിൽ എന്ത് ഉണ്ടാക്കി എന്ത് വെച്ച് അതിൻ്റെ ഇപ്പോൾ ലോക മടിയനായ അഫീഫാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇവനാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും വെച്ചുണ്ടാക്കും. ഇപ്പോൾ ബർഗറും പിസ്സൊക്കെ ഉണ്ടാക്കും. ഓനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചാലും പറയാം. അഫീഫിന് പീടിയിൽ തന്നെ സാധനം ഓർഡർ ചെയ്ത് വരുത്തി കൊടുക്കണം. ഇപ്പോൾ നമ്മളെ കൂടെ അസീബ്ക്ക ഉണ്ടാ, നമ്മളെ ഫേമസ് വീഡിയോഗ്രാഫറാണ്. നമ്മളെല്ലാ വീഡിയോയിലും ഉള്ളവണ ആളാണ്. നമ്മൾ വീഡിയോ എടുത്തിരുന്ന ആളാണ്. അസീബ്ക്ക കൂത്തുപറമ്പ് സ്വദേശിയാണോ? അല്ല, കണ്ണൂർ സ്വദേശിയാണ് അസീബ്ക്ക. കഴിഞ്ഞ പരിപാടിക്ക് കൂത്തുപറമ്പുണ്ടായിരുന്നു. പൊളിമൂട്. എന്താ പറയാനുള്ളത് അന്നത്തെ പരിപാടിനെ? പൊളിമൂട്, ഒന്നും പറയാനില്ല. ആകെ സീനായില്ലേ, ആള് കൂടി പോയി പ്രശ്നമായി പോയി. അപ്പോൾ എന്തായാലും വ്ളോഗ് കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് കാണരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, വാ നമ്മളെ കാര്യമല്ലേ. ഇവിടുന്ന് എടുക്കണ്ട, നോക്കിയിട്ട് എടുക്കണ്ട. അപ്പം നമുക്ക് ഉള്ളിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇതാ മണാലിയിലേക്ക് പോകുമ്പോൾ ഒരാൾ കയ്യിൽ കരുതേണ്ട സാധനങ്ങൾ കേട്ടോ. കമ്പം, പുഴുങ്ങി വരുന്ന കമ്പം, ടിഷ്യൂ പേപ്പർ, മുസംബി, റോസ്മേരി, ഡ്രാഗൺ ഫ്രൂട്ട്, യോഗട്ട്. ഇതെന്താ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ ഇതില്.
ഇത് എപ്പോഴാ തിന്നാന്നപ്പ എനിക്കറിയാം. നല്ല സമയമുണ്ട് ട്രെയിനിലല്ലേ. തിന്നാൻ നേരം കിട്ടുമെന്ന്. ആപ്പിള് ഇതൊക്കെ ഇംഷ യോഗട്ട് ഒരു ലോഡ് സാധനങ്ങളുണ്ട് കേട്ടോ. കത്തി ഉണ്ടായില്ലേ? കത്തിയുടെ മാരകായുധങ്ങളൊക്കെ കൊണ്ടോ അവര് പോണത്. നേരണ്ടല്ലോ. ഇമ്മേ എൻ്റെ പൊന്നു സാർ എൻ്റെ പെണ്ണെന്നെ ചതിച്ച് കാശുകാരി ചിരിച്ചപ്പോൾ അവക്കങ്ങ് സുഖിച്ച്. കത്തിയും കൊണ്ട് മണാലി പോണ ആദ്യത്തെ കപ്പിൾ കേട്ടോ. അപ്പം ഇത്രയും ഫ്രൂട്ട്സ് ചെത്തി തിന്നാണ്. ട്രെയിനും ഉദ്യോഗസ്ഥരും പിടിക്കാൻ തന്നാൽ മതി. ഇനി മാരകായുധങ്ങൾ കയ്യിൽ കരുതി ഇറങ്ങാണ്ട്. மணாலி போனங்க. இது வெட்டணும். இது வந்து என்ன ஃபர்ஸ்ட் ட்ரிப் மணாலி. நம்ம ரொம்ப எக்ஸைட்டடா இருக்கு. നിങ്ങള് മുമ്പ് പോയിട്ടില്ല? മുമ്പ് പോയിട്ടില്ല. ഇല്ല, ഫസ്റ്റ് ടൈം പോണത്. കുറെ കാലമായിട്ട് പോകണം വിചാരിക്കുന്നുണ്ട്. நீங்க ரொம்ப எக்ஸைட்டடா இருக்கா? ரொம்ப எக்ஸைட்டடா இருக்கு. ரொம்ப பிரமாதமா இருக்கா? ரொம்ப பிரமாதமா இருக்கு. இனி ஃபுட்டும் கூடி இனி ஃபுட்டும் கூடி ரொம்ப பிரமாதமா இருந்தா கொஞ்சம் நல்லா இருக்கும். இந்த ட்ரிப் வந்து கொஞ்சம் கன்ஜஸ்ட் ட்ரிப். ஆனா இந்த ட்ரெயின்ல நம்ம குறை ஃபுட் കഴിക്കുമ്പോൾ നമുക്ക് അത് കളയപ്പെടപ്പെടുന്നത് വെരി ബാഡ്. I feel that moment. The moment very touchable moment. In the because of this moment I not come. That is why. You people go. I am stocking food of that. Stocking for 3 days stock. Yes. Then stocking is no problem when it comes to this train. But when reach at Manali. But people not stocking is problem. Oh, that is problem. Yes. നമുക്ക് പറ്റിയ ആളാട്ടോ. KPക്ക് ഇത്രയും നേരം സഹകരിച്ചതിന് എല്ലാവരും ഒരു കൈയടി കൊടുക്കട്ടോ കമന്റ്സിൽ. അതിന് തിന്നാൻ നിൽക്കണ്ട. ഇടയ്ക്ക് എൻ്റെ അടുത്തൊക്കെ പോകുന്നു. ഫുൾ തിരക്കാലോ നമ്മള് പോണ പോലെ. ഇവർക്ക് ആകെയുള്ള കിനാവ് എന്താ അറിയോ? AC-ൽ ഞങ്ങളുണ്ട്. അയക്ക് വരാൻ തിന്നാന്. ഇത്ര വിളിച്ചിട്ടുണ്ടേനി ഇവിടെ. എന്നാ നമ്മള് വിട പറയുകയാണ്. എല്ലാം എടുത്തിട്ടില്ലേ? റെഡി അല്ലേ പോവാൻ? നിങ്ങൾ പോകണ്ടേനി? റെഡി അല്ലേ ചേച്ചി? ഫുൾ സെറ്റ് നമ്മൾ റെഡിയാണ്. പോകണ്ട ചേച്ചി? പോണില്ല. എന്താ ഇവിടുന്ന് നാക്കൊക്കെ വെട്ടിയാണ്ട്. എടാ നാക്കൊന്നും ഇവിടുന്ന് വെട്ടണ്ട. വാനോളം സമയല്ലേ? എത്ര ദിവസം ട്രെയിൻ എന്ന് എത്തോടെ? ഇതേ ഇന്നലെ പനി പ്രേതം പറഞ്ഞിട്ട് വീട്ടിൽ പ്രേതം പറഞ്ഞിട്ട് പിന്നാലെ കൂടി ഓടിച്ച് കാലും കൈയൊക്കെ കൂട്ടിടിച്ചാകെ നാക്കൊക്കെ പൊട്ടി ചോര ഉണ്ട്. പ്രേതം ഉണ്ടെന്നൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമല്ല, പേടിയുണ്ട്. പിന്നെന്തിനാ ഓടി? പേടിയുണ്ട്. അപ്പം ഇതട്ടോ ഇനി ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ബോസിനോട് പറഞ്ഞാൽ മതി. ബോസ് ട്രിപ്പ് മാൻ ആണ് കേട്ടോ. അതായത് പ്ലാൻ ടു ഗോയിൽ നമ്മൾ ട്രിപ്സും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോർഡിനേറ്റ് ചെയ്തൊരു ട്രിപ്പാണിത്. ഒരുപാട് ആൾക്കാർ വരാണ്ട്. ഞങ്ങൾ കാത്തുക്കണില്ല 1 മണിക്കൂറും കഴിയാൻ വരാൻ. അപ്പം നമ്മളതിന് വെയിറ്റ് ചെയ്ത് നിൽക്കണില്ല, കാരണം നമ്മൾ പോകണില്ല. ആൾക്കാരും പല ബോഗിയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ബോഗിൻ്റെ നമ്പർ അനുസരിച്ച് പോയി നിൽക്കുകയാണ്. അതാണ് ഇങ്ങോട്ട് വരാത്തത്. നമ്മൾ തന്നെ അങ്ങനെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ വലിയ ട്രിപ്പിന് പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ടു ഗോൻ്റെ പേജിൽ വരും. ഡിസ്ക്രിപ്ഷനിൽ വല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു യാത്രക്ക് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ആശംസകൾ നേരുക. പാവം ഞങ്ങളെ അവസ്ഥ മാത്രം കണ്ടില്ല. അള്ള ഞങ്ങളെ കാക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ചിലപ്പോൾ ഉമ്മച്ചി എന്തെങ്കിലുമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് തരും. ഉമ്മച്ചി ഉണ്ടാകുമ്പോൾ ഇമ്മച്ചിമാരൊപ്പം ഉണ്ടല്ലോ ഒരു ധൈര്യമാണ്. ഇമ്മച്ചിമാരില്ലെങ്കിൽ ആ ധൈര്യം എല്ലാമാണ്. ഇപ്പച്ചി നോക്കണ്ട്. ഇപ്പച്ചിമാരൊപ്പം ഉണ്ടെങ്കിൽ ഉണ്ടാ ഒരു ധൈര്യമാണ്. ഇപ്പച്ചിമാരില്ലെങ്കിൽ അതില്ലാനും. അപ്പൊ എന്താണ് ഈ ട്രിപ്പിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷിക്കുന്നത് പറഞ്ഞാൽ പിന്നെ ഈ യാത്രകൾ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് ഇതിന് മുമ്പ് നമ്മൾ കാശ്മീർ പോയിട്ടുണ്ട്, ഡൽഹി പലവട്ടം വിസിറ്റ് ചെയ്തിട്ടുണ്ട്, 6 പിന്നെ വിദേശ നാടുകൾ കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറേ ഓരോ എക്സ്പീരിയൻസ്, അവരുടെ കൾച്ചറുകൾ മനസ്സിലാക്കാൻ, അവിടുത്തെ നേച്ചറുകൾ മനസ്സിലാക്കാൻ, അവിടുത്തെ കൾട്ടിവേഷൻ, അതുപോലെ തന്നെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റിയൊരിതാണ്. മാത്രമല്ല നമ്മൾ ഈ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ, ജോലിൻ്റെ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഒരാഴ്ച ഒരു ആശ്വാസം എന്ന് പറഞ്ഞില്ലേ, റിലാക്സേഷൻ കിട്ടാൻ വേണമെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ പിന്നെ അതാണ് അത് ഭയങ്കര വല്ലാത്തൊരു ഇതാണ്. നമ്മളങ്ങനെ ചെയ്യണമെന്നില്ലാണ്. എല്ലാവരും യാത്രകൾ പോകണമെന്നാണ്. സ്ട്രെസ് കുറക്കാനും നമ്മളെ ആശ്വാസം കുറക്കാനും വേണ്ടി എല്ലാവരും യാത്രകൾ
ശ്വാസം മുട്ടൽ കുറക്കാനും വേണ്ടി യാത്രകൾ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറയണില്ല. വീട്ടിലുള്ളവരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവിധ ആശംസയൊന്നുമല്ല, ജാഫിന് ഉള്ളിൽ തീയാണല്ലേ ഞങ്ങളോട്ട് പോയിട്ട്. അതെ, ഒരു കാരണം ഞങ്ങൾ ഇതാവുന്നല്ല പെരക്കെന്തെങ്കിലും പറ്റുമെന്നുള്ളൊരു അതൊന്നും എനിക്കില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ഭക്ഷണമാണ്. അതായത് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാതെ പെങ്ങന്മാരില്ലാതെ ഇമ്മക്ക് അനിയത്തിമാരും ഏട്ടത്തിമാരൊന്നും ഇല്ല കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ ചിക്കനൊക്കെ ഞാൻ ഡയറക്റ്റ് തിന്നതുകൊണ്ട് റബ്ബേ. ഇന്നലെ അമ്മച്ചി അഫി ഉണ്ടാക്കിയ ചിക്കൻ അല്ലേ, ഇന്നലത്തെ വീഡിയോയിൽ അഫി ഉണ്ടാക്കിയ ചിക്കൻ അമ്മച്ചി നേരിട്ട് തിന്നാണ്. അപ്പൊ തന്നെ അമ്മച്ചിക്ക് മനസ്സിലായി ഇവര് ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല എന്നുള്ളത്. ഫ്രിഡ്ജിൽ കുറച്ച് മസാല ഇതൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തോണ്ട് മസാല തേച്ച് വ്ളോഗ് കണ്ടോണ്ടി. ഞങ്ങളെ കുക്കിംഗ് സ്റ്റൈൽസ് ആണ് ഇനി വരാം. ഇനി ഫുൾ കുക്കിംഗ് വ്ളോഗാണ്. കുക്കിംഗ് ഇല്ല കുക്കറിങ്. ഗ്യാസ് ഓഫ് ആക്കിയാ പറയാ. ഗ്യാസ് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ എളിയ വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇനി വീട്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഞാനും അഫിന് കൂടി ചേർന്നുള്ള കുക്കിംഗ്, ഞങ്ങൾ സാധനം വാങ്ങാനുള്ള പോവൽ പരിപാടികൾ, കാരണം വീട്ടിൽ ഉമ്മല്ലാത്തതാണ്. അതിൻ്റെതായ എല്ലാ വ്ളോഗുകളും ഇനി വരുന്നതായിരിക്കും ഇതിൻ്റെ ബാക്കിലൂടെ. അപ്പോൾ ഈ ഒരു കൊച്ചു വ്ളോഗ് കണ്ടതിന് എല്ലാവരും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.